ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അതിലേക്ക് നമ്മൾ 150 ഗ്രാം ഇഞ്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോല് കളഞ്ഞ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 1 ടേബിൾ സ്പൂണ് അളവിന് വെളുത്തുള്ളി അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിന് ചെറിയ ഉള്ളി അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 1 സ്പൂണ് അളവിന് വാളംപുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിന് ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, 1 നുള്ള് കായപ്പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നുള്ളത്. ചൂടുകട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നമ്മുടെ ഇഞ്ചി ഇതെല്ലാം കൂടെ വറുത്തെടുക്കാനായിട്ടാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ അളവിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരണം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് ശകലം സമയം പിടിക്കും. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി നമ്മൾ സ്വല്പം കനത്തിലരിഞ്ഞിരിക്കുന്നത്. അത് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അടുത്തത് നമ്മൾ വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്, വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. അത് കോരിയിടുക. നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പച്ചമുളക് 2 കൂടെ ഇട്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി മുളകും കൂടെ മൂത്തിട്ടുണ്ട്. അതും കോരിയെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ഇഞ്ചി ഉള്ളിയൊക്കെ വറുത്ത അതേ എണ്ണയ്ക്കകത്തേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇത് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കരിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിട്ടു. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി അതും ഇട്ടു.
കായപ്പൊടി, ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് നല്ലപോലെ ഇളക്കി ചേർക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയ്ക്കകത്ത് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് ഇളക്കി അതുകൂടി ഇതിനകത്തോട്ട് ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ ചെറുതീയിൽ തിളപ്പിക്കുക. ഉപ്പോ പുളിയൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ദഹനത്തിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലതാണ്. ഇഞ്ചിക്കറി എല്ലാവർക്കും നല്ലതാണ്. ഒരുപാട് കഴിക്കത്തില്ല, കുറേശ്ശെ കഴിച്ചാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു ഐറ്റമായി കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു.